വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഞാനിതിൽ സോയ ചങ്ക്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ബീഫിൻ്റെയൊക്കെ സ്റ്റ്യൂ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസുകൾ മാത്രം വെച്ചിട്ടും ഇതേ രീതിക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുറുമ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയാണ്. സവോള ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതാണ് എടുത്തിട്ടുള്ളത്, അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണോളം അളവ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്താണ് വെച്ചിട്ടുള്ളത്. അത് അറൗണ്ട് 1 ടീസ്പൂൺ അളവ് കാണും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പോളം അളവ് ഗ്രീൻ പീസ് ഞാൻ തലേന്ന് രാത്രി കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പൊട്ടറ്റോ വേണം. ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും വന്നിട്ട് അറൗണ്ട് ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തിളച്ച ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള സോയ ചങ്ക്സ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അടച്ചു വെച്ചിരിക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഞാൻ വലിയ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് കൈ വെച്ച് നന്നായിട്ട്, എന്നിട്ട് ആ വെള്ളം തണുത്തതിന് ശേഷം അത് കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ പിഴിയുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ നമുക്ക് പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മാത്രമേ നമുക്കിതിലേക്ക് കറിയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മുടെ ബീൻസ് ഉണ്ടല്ലോ, ബീൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോളിഫ്ലവർ ആഡ് ചെയ്യാം. ആവശ്യമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുക്കറിലാണ് ഇതെല്ലാം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 2 ടീസ്പൂണോളം അളവ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് ജസ്റ്റ് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കറിവേപ്പില ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഏതാണ്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നമുക്ക് തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തുടയണം. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ മണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കും. നമുക്കപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. എത്രയാണോ ഉപ്പ് ആവശ്യം അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യുന്നത് ഗ്രീൻ പീസ് ആണ്. 1 കപ്പ് അളവിന് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള
നമ്മുടെ സോയ ചങ്ക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, നമ്മുടെ പൊട്ടറ്റോ, ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനായിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിലാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ഗ്രീൻ പീസ് ഒക്കെ അപ്പം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അധികം വേണ്ട ഇതിന്, കാരണം പൊട്ടറ്റോയൊക്കെ വെന്ത് നന്നായിട്ട് സ്മാഷായി വരും. അപ്പോൾ അതിനുവേണ്ടി തേങ്ങ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം അളവ് പെരിഞ്ജീരകമാണ്. വലിയ ജീരകമാണിത്. അത് നമ്മൾ വറുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 7-8 എണ്ണം കാഷ്യൂനട്ടും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടെ നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇതുപോലെ ഒരു 2 ടീസ്പൂണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് കണക്ക് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിൻ്റെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏതാണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഇത് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഇത് അടുപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇതൊന്ന് തിളയ്ക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് ഇരിപ്പുണ്ട്, അത് നമ്മൾ ഒരിക്കൽ കൂടെ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കറക്കിയിട്ട് വരാം. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തീ നമുക്കിനി ഒരു മീഡിയമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്താൽ മതിയാവും. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം അളവ് ഗരം മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം അളവ് കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ മസാലയൊക്കെ നമ്മുടെ ആ വെജിറ്റബിളിലോട്ട് പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണെങ്കിൽ നമുക്ക് വേറെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ഓഫ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കറി ഇത്രയും ഇത് മതിയെങ്കിൽ ഇങ്ങനെ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ കറി ഏതാണ്ടായിട്ടുണ്ട്. 10 മിനിറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ആ സോയ ചങ്ക്സും എല്ലാം നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറിയുടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലേശം ഒരു 1/4 ടീസ്പൂണോളം അളവ് മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് മുളക് പൊടി ആഡ് ചെയ്യാതെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുർമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും നന്നായിട്ട് സ്യൂട്ടാവുന്ന നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുർമ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.